വാഹനം വഴിമാറ്റുന്നതിനെ ചൊല്ലി മന്ത്രിപുത്രനും കോൺഗ്രസ് നേതാവുമായി നടുറോട്ടിൽ തർക്കം. ഇന്നലെ രാത്രി 11 മണിക്കാണ് സുരേഷ് ഗോപിയുടെ മകനും നടനുമായ മാധവ് സുരേഷും കെപിസിസി അംഗം വിനോദ് കൃഷ്ണയുമായി തർക്കമുണ്ടായത്. എസ് ഷീജ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷീജ, എന്താണ് വ്യക്തമാവുന്നത്? തീർച്ചയായും ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. അതായത് ഈ വാഹനം വഴിമാറ്റുന്നതിനെ ചൊല്ലി യു ടേൺ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു മന്ത്രിപുത്രനും അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസ് നേതാവുമായി റോഡിൽ വലിയ തോതിലുള്ള തർക്കമുണ്ടായത്. മന്ത്രിപുത്രൻ എന്ന് പറയുമ്പോൾ സുരേഷ് ഗോപിയുടെ മകൻ അതോടൊപ്പം തന്നെ നടനുമായിട്ടുള്ള മാധവ് സുരേഷാണ്. ഒന്ന് കെപിസിസി അംഗമായിട്ടുള്ള വിനോദ് കൃഷ്ണ, ഇവർ തമ്മിലാണ് രാത്രി 11 മണിയോടുകൂടി നട റോഡിൽ തർക്കമുണ്ടായത്. ശാസ്തമംഗലം നട റോഡിൽ ഇരുവരും തമ്മിൽ ഏകദേശം 15 മിനിറ്റോളം വാക്കുതർക്കമുണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഉടൻ തന്നെ പോലീസും സംഭവ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു. മാധവിനെ പോലീസ് മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ള പരിശോധന അടക്കം നടത്തുകയും ചെയ്തു. പക്ഷെ അതിൽ മദ്യപിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലായിരുന്നു. മാധവിനും വിനോദ് കൃഷ്ണയ്ക്കും പരാതിയില്ല എന്ന് അറിയിച്ചതിനെ തുടർന്ന് രണ്ടുപേരെയും വിട്ടയക്കുകയായിരുന്നു. പക്ഷേ ഈ രണ്ടുപേരുടെയും ഈ ഒരു തർക്കം അത് നടു റോഡിലായിരുന്നു. മറ്റ് ഗതാഗതത്തെ അടക്കം ബാധിക്കുന്ന തരത്തിലേക്ക് നടു റോഡിൽ ഏകദേശം 15 മിനിറ്റോളമായിരുന്നു ഈ ഒരു തർക്കം നീണ്ടത്. പോലീസ് എത്തിയാണ് വിഷയത്തിൽ ഇരുവർക്കും പരാതിയില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ രമ്യതയിലാക്കുകയും അവിടെ നിന്നും അവിടെ റോഡ് ഗതാഗതം വീണ്ടും പുനഃസ്ഥാപിക്കുകയും ചെയ്തത്. തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൊതുജനങ്ങളെ അടക്കം ദ്രോഹിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു നടപടി. നടു റോട്ടിൽ ഗതാഗത തടസ്സമടക്കം സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു 15 മിനിറ്റോളം ഈ മന്ത്രിപുത്രനും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാവും തമ്മിലുള്ള തർക്കമുണ്ടായത്. എസ് ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.